ഒരു ദേശത്തിൻ്റെ രാജവംശത്തിൻ്റെ ഭരണത്തിൻ്റെ ഭക്തിയുടെ ധീരതയുടെ യുദ്ധങ്ങളുടെ കഥയാണിത്. തിരുവിതാംകൂറിൻ്റെ അനന്തപത്മനാഭന്റെ അനന്തപുരിയുടെ അത്ഭുതകഥ. 1729 തിരുവിതാംകൂർ രാജവംശത്തിന്റെ പുനർജന്മം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവായി അധികാരത്തിലേറുന്നു. അദ്ദേഹത്തിന്റെ ശക്തമായ ഭരണ മികവുകൊണ്ട് തിരുവിതാംകൂർ ദക്ഷിണേന്ത്യയിലെ അതിശക്തമായ ഒരു രാജ്യമായി മാറുന്നു. 1741 ഇന്ത്യയിലെത്തിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളവും തിരുവിതാംകൂറും തമ്മിൽ കുളച്ചിലിൽ വെച്ച് ഒരു യുദ്ധം ആരംഭിക്കുന്നു. അതിഭീകരമായ യുദ്ധാനന്തരം ഡച്ച് പട്ടാളത്തെ തിരുവിതാംകൂർ സേന തോൽപ്പിക്കുന്നു. 1750 മാർത്താണ്ഡവർമ്മ രാജ്യം പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്നു. കൂടാതെ തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസന്മാരായി മാത്രം ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ ഉത്തരവിടുന്നു. 18-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നു. കൂടാതെ തന്നെ ക്ഷേത്ര നിലവറയ്ക്കുള്ള അളവറ്റ നിധിശേഖരം സ്ഥാപിക്കപ്പെടുന്നു. ഈ നിലവറകളിലുള്ള കണക്കറ്റ നിധിശേഖരം കൈയടക്കാനായി കാലാകാലങ്ങളോട് പല ശ്രമങ്ങളും നടന്നിരുന്നു. എന്നാൽ അവ വെറും നിധികളാൽ നിറയപ്പെട്ടവയല്ലായിരുന്നു. അദൃശ്യ ശക്തി അവയ്ക്ക് കാവലിരുന്നു. ഈ നിലവറകളെപ്പറ്റിയും അതിൻ്റെ രഹസ്യങ്ങളെപ്പറ്റിയും ധാരാളം കഥകളും വിശ്വാസങ്ങളും നിലനിന്നിരുന്നു. നാഗങ്ങളുടെയും ഭൂതഗണങ്ങളുടെയും കാവലാൽ ഇന്നും നിലവറ സുഭദ്രമായി നിലകൊള്ളുന്നു. ഇതിനിടയിലും പലരും ഈ രഹസ്യങ്ങൾ അറിയാനുള്ള വ്രതാശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. ദുരൂഹ മരണങ്ങളും അവിശ്വസനീയമായ പല സംഭവങ്ങളും അരങ്ങേറി. ബ്രിട്ടീഷ് ഭരണകാലത്തും ഈ നിലവറയിലെ രഹസ്യങ്ങൾ അറിയുന്നതിനായി ധാരാളം ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. എന്നാൽ അവയെല്ലാം വിഫലമായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2011 നടന്ന ക്ഷേത്ര ഗവേഷണത്തിൽ 6 രഹസ്യ അറകൾ കണ്ടെത്തി. വോൾട്ട് A, C, D, E, F എന്നീ അറകൾ തുറക്കുകയും അതിലെ വിലപ്പെട്ട വസ്തുക്കളുടെയും നിധിശേഖരത്തിൻ്റെയും ഏകദേശ വില കണക്കാക്കുകയും ചെയ്തു. സ്വർണ്ണ വിഗ്രഹങ്ങൾ, വജ്രങ്ങൾ, പുരാതന വെള്ളി, വെങ്കല വിഗ്രഹങ്ങളും കണ്ടെടുത്തു. 1 ട്രില്യൺ എന്ന തുകയോട് അടുപ്പിച്ച് വില മതിക്കുന്ന നിധിശേഖരമായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ വോൾട്ട് ബി, അതായത് ബി നിലവറ, ഇപ്പോൾ തുറക്കാതെ നിലനിൽക്കുന്നു. ഗൂഢരഹസ്യങ്ങളും അതിൽ ഗൂഢമായ വിശ്വാസങ്ങളും നിലനിൽക്കുന്നു. ബി നിലവറ തുറക്കുന്നത് വഴി സർവനാശം സംഭവിക്കുമെന്നും ബി നിലവറ കടലിലേക്കുള്ള വാതിലാണെന്നും അത് തുറക്കുന്നത് വഴി അനന്തപുരി കടലിൽ മുങ്ങിത്താഴുമെന്നുള്ള വിശ്വാസം പരന്നു കിടക്കുന്നു. മറ്റൊരു വിശ്വാസം ബി നിലവറ സാക്ഷാൽ അനന്തനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് തുറക്കാൻ ശ്രമിക്കുന്നവർക്ക് നാഗശാപം ഏൽക്കുമെന്നും പെടുമരണം സംഭവിക്കുമെന്നും തലമുറകളോളം ഈ ശാപം നിലനിൽക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു. അളവറ്റ ഈ നിധി കണ്ടെത്തിയതിലൂടെ പത്മനാഭസ്വാമി ക്ഷേത്രം ലോക പ്രശസ്തിയിലേക്ക് ഉയരുന്നു. സ്വദേശീയരും വിദേശീയരുമായ ധാരാളം വിനോദ തീർത്ഥാടക സംഘങ്ങളുടെ ഇഷ്ടപ്പെട്ട ലക്ഷ്യസ്ഥാനമായി പത്മനാഭസ്വാമി ക്ഷേത്രം മാറി. എന്നാൽ ലോകപ്രശസ്തി ആർജിച്ചതുവഴി ഭക്തരുടെയും തീർത്ഥാടകരുടെയും കണ്ണുകൾ മാത്രമല്ല അനന്തപുരിക്ക് മേൽ പതിച്ചത്. This syndicate is coming. 2025 ഏപ്രിൽ 12 ഹംഗറിയിലെ ബൂഡപെസ്റ്റ്. ഇന്റർപോൾ ആസ്ഥാനം. അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധരായ മാഫിയ ഗാങ്സിനെ പറ്റി ക്രൈം ഡാറ്റാ ബാങ്കിൽ പരതുകയാണ് ഇന്റർപോൾ ഏജന്റ് ഹൈസൻ ബെല്ല. ഈ ഡാറ്റാ ബാങ്കിലുള്ള ഏറ്റവും നൊട്ടോറിയസും എന്നാൽ പുറം ലോകത്തിനു മുന്നിൽ പ്രിയങ്കരരുമായ അധോലോകത്തെ നമ്പർ 1 മാഫിയ ഗ്രൂപ്പായ സി സിൻഡിക്കേറ്റിന്റെ ഫയൽ അന്വേഷിക്കുകയാണ് ബെല്ല. 8 പേരടങ്ങുന്ന സി സിൻഡിക്കേറ്റിന്റെ ഹൈബോർഡിലെ പലരും സമൂഹത്തിൽ വളരെ നല്ല പ്രതിച്ഛായ ഉള്ളവരും അവരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾക്ക് മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാലും
ആരാലും അവരെ തടയാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപാട് കാലത്തെ പരിശ്രമത്തിനിടയിൽ പണ്ടെങ്ങോ വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ട കുറച്ച് പഴയ ഡേറ്റ ബെല്ല വീണ്ടെടുക്കുന്നു. ആ 8 പേരുടെയും അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ. ആദ്യ വരിയിൽ ഇടതുവശത്തുള്ള ആദ്യ ചിത്രം, അത് എൻകലോ വിയേരയുടേതാണ്. ദ ജക്കോൾ എന്ന് വിളിപ്പേരുള്ള 43കാരനായ പപ്പാന്യൂഗിനിയക്കാരൻ. പപ്പാന്യൂഗിനിയ ആർമി സൈബർ വിങ്ങിൻ്റെയും എക്സ്ട്രാക്ഷൻ കമാൻഡോ വിങ്ങിൻ്റെയും ഭാഗമായിരുന്നു അയാൾ. എന്നാൽ കഴിഞ്ഞ 12 വർഷമായി അയാൾ സി സിൻഡിക്കേറ്റിൻ്റെ അതിശക്തനായ ഒരംഗമാണ്. വെപ്പൺസ് ഹാൻഡ്ലർ, സ്ട്രാറ്റജിക് പ്ലാനർ എന്നിങ്ങനെ സി സിൻഡിക്കേറ്റിൻ്റെ വിവിധ ഓപ്പറേഷൻസിനെ ഏകോപിപ്പിക്കുന്നത് വിയേര ആണ്. 2011 ജക്കാർത്തയിൽ നടന്ന നിയമവിരുദ്ധ ആയുധ കച്ചവടത്തിൻ്റെ പേരിൽ ആരോപണങ്ങൾ നേരിട്ടിരുന്നു. 2014 കോങ്കോ വനാന്തരങ്ങളിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ കൃത്യം 3 വർഷത്തിന് ശേഷം ഡില്ലിയിലെ കൗൺസിൽമാനായ പ്രാറ്റ് ഹൂവറിനെ കൊലപ്പെടുത്തിയത് വിയേര ആണെന്ന് അതിശക്തമായ വാർത്തകൾ പ്രചരിച്ചിരുന്നു. 2019 അഡ്ലേഡിൽ ഓസ്ട്രേലിയൻ ഡിഫൻസ് സ്റ്റോറേജിൽ നിന്ന് അതിനൂതനമായ മിലിറ്ററി ഗ്രേഡ് ആയുധങ്ങൾ കൊള്ളയടിച്ചതിലും വിയേര ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുന്നവരുണ്ട്. 2021 പോർട്ട് വില്ല കടൽത്തീരത്ത് വെച്ച് വനാട്ടു ആർമി അറസ്റ്റ് ചെയ്ത സി സിൻഡിക്കേറ്റ് അംഗങ്ങളെ ജയിലാക്രമിച്ച് മോചിപ്പിച്ചതും വിയേരയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്ന് പറയപ്പെടുന്നു. അവസാനമായി 2023 സോളമൻ ഐലൻഡിലുണ്ടായ സൈബർ ഹൈജാക്കിൻ്റെ മാസ്റ്റർ ബ്രെയിനും വിയേര ആണ് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആകെ പറഞ്ഞാൽ, ദിസ് ജാക്കോൾ ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. ഡു നോട്ട് അപ്രോച്ച് ഡയറക്ട്ലി. ലിസ്റ്റിൽ രണ്ടാമതായി ബെൻ ഓവൻ. ഒരു പതിറ്റാണ്ടിലധികം US നേവി സീലിൻ്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. നേവിയിലെ സേവനാന്തരം അദ്ദേഹത്തിൻ്റെ അങ്കിളായ ലൂയിസ് ഓവൻ്റെ സ്കീ ഓവൻ എന്ന ന്യൂജേഴ്സിയിലെ തന്നെ ഏറ്റവും വലിയ ജെറ്റ് സ്കീ ഡീലർഷിപ്പ് കമ്പനി CEO ആയി നിയമിക്കപ്പെടുന്നു. നേവിയിൽ മാത്രമല്ല, ബിസിനസ്സിലും തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. കൂടാതെ വോർട്ടെക്സ് ഹൈഡ്രോസ്പോർട്സ് INC എന്ന മറ്റൊരു കമ്പനിയുടെ കൂടെ ഉടമസ്ഥനാണ് ബെൻ ഓവൻ. ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആണെങ്കിലും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ധാരാളം ഊഹാപോഹങ്ങളും ആരോപണങ്ങളും കേൾക്കാറുണ്ട്. സി കോർപ്പിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറിലെ വൺ ഓഫ് ദ ബോർഡ് മെമ്പർ കൂടിയാണ് അയാൾ. പൊതുസമൂഹത്തിനു മുന്നിൽ ക്ലീൻ ഇമേജ് ആണെങ്കിലും ഈ യുവ ബിസിനസ്സുകാരൻ FBI, ഇന്റർപോൾ, യൂറോപോൾ എന്നിങ്ങനെ ദേശീയ അന്തർദേശീയ കുറ്റാന്വേഷണ ഏജൻസികളുടെ സംശയത്തിൻ്റെ നിഴലിലാണ്. സി സിൻഡിക്കേറ്റിൻ്റെ പല ഓപ്പറേഷൻസിലും ബെൻ ഓവൻ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് പല അന്വേഷണ ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നത്. അവയിൽ ചിലതാണ് 2018 ബെൽഗ്രേഡിൽ വെച്ച് നടന്ന ആയുധ കൈമാറ്റം. വിജനമായ ആ ദ്വീപിൽ എത്തിപ്പെടാൻ തക്കതായ യാത്രാ സംവിധാനങ്ങൾ ബെൻ ഓവന് സ്വന്തമാണ്. 2020 ഒരു CIA ഏജന്റിന്റെ തിരോധാനത്തിനു പിന്നിലും ബെൻ ഓവന് പങ്കുണ്ട് എന്ന് പല ഭാഗത്തു നിന്നും സംശയമുയർന്നിരുന്നു. 2021 ബ്രൂസസിൽ വെച്ച് നാറ്റോ സൈബർ സെക്യൂരിറ്റി ചീഫ് മിസ്റ്റർ ലെവി മാർട്ടിനസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിലും ബെൻ ഓവന്റെ സാന്നിധ്യം ചിലർ ആരോപിക്കുന്നു. 2022 അൽബേനിയയിൽ US അംബാസിഡറിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലും ബെൻ ഓവൻ സംശയത്തിൻ്റെ നിഴലിലാണ്. എന്നാൽ ബെന്നിന് നേരെ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ തുടങ്ങിയത് 2024 ജനുവരിയിൽ കസക്കിസ്ഥാനിൽ വെച്ച് നടന്ന ഒരു ഉപഗ്രഹ വിക്ഷേപണം ഹൈജാക്ക് ചെയ്തു പരാജയപ്പെടുത്തി എന്നതിൻ്റെ പേരിലാണ്. ഈ സംഭവം അരങ്ങേറിയതിനു പിന്നാലെ ഇന്റർപോൾ അതിശക്തമായ അന്വേഷണമാണ് ബെൻ ഓവനും അദ്ദേഹത്തിൻ്റെ കമ്പനിയായ വോർട്ടെക്സ് ഹൈഡ്രോസ്പോർട്സിനും നേരെ നടത്തുന്നു. ഫോർമർ നേവി സീൽ ഏജന്റ് ബെൻ ഓവൻ, കോഡ് നെയിം ദ റീപ്പർ.